മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ ഈ ദിവസം നിങ്ങളുടെ കൂടെയുണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൻ്റെ 10 മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് അപ്പസ്തോലന്മാർ തിരികെ വന്ന് തങ്ങൾ ചെയ്തതെല്ലാം ഈശോയോട് പറയുകയാണ്. അപ്പോൾ അവൻ ബെത്സായിദയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇതറിഞ്ഞ് ജനങ്ങൾ അവരുടെ പിന്നാലെ വരികയാണ്. ഈശോനാഥൻ അവരെല്ലാം സ്വീകരിച്ച് അവരോട് വചനം പങ്കുവെച്ച് കൊടുക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവർക്ക് രോഗശാന്തി കൊടുക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പിന്നാലെ പോയവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത് മുഴുവനും ലഭിച്ചു. അതാണ് തിരുവചനത്തിൽ പറയുക. ഈശോ അവരെ സ്വീകരിക്കുക. ഈശോയുടെ പിന്നാലെ പോകാൻ നീ തയ്യാറായാൽ നിന്നെ ഈശോ സ്വീകരിക്കും. നിന്റെ കുടുംബം ഈശോയുടെ പിന്നാലെ പോകാൻ തയ്യാറായാൽ നിന്റെ കുടുംബത്തെ ഈശോ സ്വീകരിക്കും. നിന്റെ ജീവിതത്തിൽ ആവശ്യമുള്ളത് മുഴുവനും നൽകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത് മുഴുവനും ലഭിക്കണമെങ്കിൽ ചെയ്യേണ്ട ഒറ്റ കാര്യം ഇതാണ്: നീ ഈശോയുടെ പിന്നാലെ പോവുക. ഈശോയുടെ പിന്നാലെ പോവുക എന്ന് പറഞ്ഞ് സഹനത്തിൻ്റെ വഴിയിലൂടെ, സത്യത്തിൻ്റെ വഴിയിലൂടെ, പ്രാർത്ഥനയുടെ വഴിയിലൂടെ, നന്മയുടെ വഴിയിലൂടെ, സത്യസന്ധതയുടെ വഴിയിലൂടെ, വിശുദ്ധിയുടെ വഴിയിലൂടെ പോവുക എന്നുള്ളതാണ്. ഈശോ തിരുവചനത്തിലൂടെ നൽകിയിരിക്കുന്ന വഴി. ആ വഴി സ്വീകരിച്ചുകൊണ്ട് നീ ജീവിച്ചു നോക്കിക്കേ. ഈശോ നിന്നെ സ്വീകരിക്കും. ഈശോ നിന്റെ കുടുംബത്തെ സ്വീകരിക്കും. ഈശോ നിന്റെ അധ്വാനങ്ങളെ സ്വീകരിക്കും. ഈശോ നിന്റെ കണ്ണുനീര് സ്വീകരിക്കും. സഹനങ്ങളെ സ്വീകരിക്കും. കഷ്ടപ്പാടുകൾ സ്വീകരിക്കും. എന്നിട്ട് നിനക്ക് നിന്റെ ജീവിതത്തിന് ആവശ്യമുള്ളത് എന്തോ അത് തരും. ആവശ്യമായത് ആവശ്യക്കാർക്ക് ആവശ്യമായിട്ട് സമയത്ത് നൽകുന്നവനാണ് കർത്താവെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. മക്കളെ, നിരാശപ്പെടണ്ട. ഈശോയുടെ വഴിയിലൂടെ നടന്നാൽ മതി. ജീവിതത്തിന് ആവശ്യമുള്ളത് മുഴുവനും നിനക്ക് ലഭിക്കും. തുടർന്ന് നമ്മൾ കാണുന്നത് ഒരു വിജന പ്രദേശത്ത് അവർ നിൽക്കുക. അപ്പോൾ അവർക്കെല്ലാം വിശന്ന് തുടങ്ങിയപ്പോൾ ശിഷ്യന്മാർ ഈശോയോട് ചെന്നിട്ട് പറയുകയാണ്, ഭക്ഷണം മേടിക്കാനായിട്ട് അവരെ പറഞ്ഞയക്കുക. പ്രിയപ്പെട്ടവരെ, മാനുഷിക ചിന്തയ്ക്ക് പലതും അസാധ്യമാണ്. നിന്റെ ജീവിതത്തിൽ പലതും അസാധ്യമെന്ന് നിനക്ക് തോന്നാം. ശിഷ്യന്മാർക്കും അങ്ങനെ തോന്നി. അവരുടെ കയ്യിൽ കാര്യം പറഞ്ഞ 5 അപ്പം ഉണ്ടായിരുന്നു, 2 മീനുണ്ടായിരുന്നു. പക്ഷേ ഇവരെ പറഞ്ഞയക്കാനായിട്ട് ഈശോയോട് ആവശ്യപ്പെടുന്ന ശിഷ്യന്മാർ നമ്മുടെയൊക്കെ ജീവിതത്തിലും പലതും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിലുള്ളത് വിശ്വാസമാണ്. ആ വിശ്വാസം നമ്മൾ ഉപയോഗിക്കണം. ആ വിശ്വാസം നമ്മൾ ഉപയോഗിക്കുമ്പോഴുണ്ടല്ലോ, അസാധ്യമെന്ന് നമുക്ക് തോന്നുന്ന കാര്യം പോലും സാധ്യമാക്കി ദൈവം തരുമെന്ന് നമ്മൾ തിരിച്ചറിയുക. തുടർന്ന് ഈശോ പറയുന്നത് എന്താ? 5 അപ്പവും 2 മീനും കൊണ്ടുവരിക. അവയെ എടുത്ത് ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് അത് ജനത്തിന് വിഭജിച്ചു കൊടുക്കുക. 5 അപ്പവും 2 മീനും അവിടെ കൂടിയിരുന്നവർക്ക് മുഴുവനും തൃപ്തരാകത്തക്ക വിധത്തിൽ കൊടുത്തു എന്നാണ് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. നിന്റെ ദൈവത്തിലുള്ള വിശ്വാസം നീ ഉയർത്തിപ്പിടിച്ചാൽ ജീവിതത്തിൽ ഏത് സഹനങ്ങളിലൂടെയും ഏത് വേദനകളിലൂടെയും ഏത് കഷ്ടപ്പാടുകളിലൂടെയും കടന്നു പോകുമ്പോഴും എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ട്, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിന് ആവശ്യമുള്ളത് മുഴുവനും നൽകുമെന്നുള്ളൊരു വിശ്വാസം നിനക്കുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിൻ്റെ ജീവിതത്തിൽ ഇല്ലായ്മയിൽ നിന്ന് നിൻ്റെ ജീവിതത്തിൻ്റെ വലിയ വളർച്ചയിലേക്ക് ദൈവം നിന്നെ നയിക്കും. ജീവിതത്തിൽ ഉയരണം. വിശ്വസിച്ച് ദൈവത്തിന് നിന്നെ സമർപ്പിക്കുക. കരങ്ങളെ യാചനയോടെ പിടിക്കാം. ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, നൊമ്പരങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്നവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങൾ, നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങൾ, പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങൾ, ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾ നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാരത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. തിന്മ തകരട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.